8 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഞാൻ ജോലി ഒഴിവാക്കി പോന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഒരു മെമ്പർഷിപ്പായിരുന്നു അത്. എങ്ങനെ ഒരു മുതൽ മുടക്കോ ഒരു ബിസിനസ് അറിവോ ഇല്ലാതെ കോച്ചിങ് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം കൊണ്ട് സൗദിയിലുള്ള 1,00,000 രൂപയുടെ സാലറി ഉള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ സെറ്റിലായി ഇപ്പോൾ വൈഫും ആയിട്ട് ഒരു ഹോം ബേക്കിംഗ് കോച്ചിങ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല വൈഫിനെയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് കോച്ചിങ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈഫാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്രസൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരിയർ അത് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം കംപ്ലീറ്റ്ലി ഇവർ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. യെസ്, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, let me invite Mr. Shabir and Ralia Shabir. Shabir baking coach business ആണ് 10 മാസം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ളത്. 23 ലക്ഷം രൂപയാണ് ലോണിംഗ് ബിസിനസ് സിസ്റ്റം യൂസ് ചെയ്ത് congratulations Shabir and family. Yes. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഒരു രൂപ മുടക്കാതെ പുതിയൊരു ബിസിനസ് തുടങ്ങി വെറും 11 മാസം കൊണ്ട് 23 ലക്ഷം നേടിയ രഹസ്യം അറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ പേര് ഷബീർ. ഞാനൊരു ഡീറ്റെയിൽ മാർക്കറ്ററും കോഴ്സ് കോർഡിനേറ്ററുമാണ്. ഇതെൻ്റെ വൈഫ് റാലിയ ഷബീർ. ഞങ്ങളുടെ സ്പീച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു മുതൽ മുടക്കോ ഒരു ബിസിനസ് അറിവോ ഇല്ലാതെ കോച്ചിങ് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? താങ്ക് യു. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ഞാനൊരു പ്രവാസിയായിരുന്നു. സൗദി അറേബ്യയിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്ര ആൾക്കാരുടെ പ്രവാസിയായവർ അല്ലെങ്കിൽ പ്രവാസിയായ ഒരു സുഹൃത്തോ ബന്ധുവോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ, താങ്ക് യു. 8 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഞാൻ ജോലി ഒഴിവാക്കി പോന്നു. നല്ല ജോലി, നല്ല ശമ്പളം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രവാസി ആൾക്കറിയാം, എന്തുണ്ടായാലും നമുക്ക് വേണ്ടപ്പെട്ട കുടുംബം അവിടെ നമുക്ക് ഉണ്ടാവില്ല, അല്ലേ? ശരിയല്ലേ? അതായത് ഒരു പ്രവാസിയായ വാപ്പയുടെ മക്കള് ഇന്നും അനാഥരാണ്. കാരണം അവരെ കുട്ടിക്കാലത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഉപ്പയുടെ കൂടെയുള്ള ജീവിതം അവർക്ക് കിട്ടാറില്ല. ഞാനത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ആ ഒരു അവസ്ഥ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ കാക്കു നാട്ടിൽ വന്ന് 2 വർഷം കഴിഞ്ഞു. ആഗ്രഹിച്ച രീതിയിലുള്ള ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ആള് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്നോടൊന്ന് ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറി. എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. അപ്പൊ ഞാനും ചിന്തിച്ചു, വീണ്ടും ഗൾഫിലേക്ക് തന്നെ അങ്ങ് വിട്ടാലോ എന്ന്. അങ്ങനെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമോ ഇനി മക്കളെയൊക്കെ വിട്ടിട്ട്? ആ ഒരു അവസ്ഥ ചിന്തിച്ചപ്പോൾ രാത്രി ഒന്നും ഉറക്കമില്ലാണ്ടായി പോയി. ഒരുപക്ഷെ പല പ്രവാസികളുടെയും വേദന അത് തന്നെ ആയിരിക്കും. ആ ഒരു സമയത്താണ് ഓൺലൈനിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന 99 രൂപയുടെ പരസ്യം ഞാൻ കാണുന്നത്. അതിലാണ് നമ്മുടെ വിപിൻ സാറിന് ആദ്യമായിട്ട് കാണുന്നതും സാറ് മൈൻഡ് ട്രെയിനർ ആണെന്നും നമ്മുടെ മൈൻഡ് സെറ്റിലൂടെ നമ്മളെ കുറേ പ്രോബ്ലംസ് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെ സാറിൻ്റെ പല ക്ലാസ്സിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ ടെൻഷൻ പോയി. അതുപോലെ തന്നെ എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. നാട്ടിൽ വെറും 15,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നൊരു സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മൈൻഡ് ഡയമണ്ടിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ലോൺ എടുത്തിട്ടാണ് ആ ക്യാഷ് ഞാൻ അടച്ചത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഒരു മെമ്പർഷിപ്പായിരുന്നു അത്. കാരണം പ്രവാസിയായ ഒരാൾ എക്സിറ്റ് പോകുമ്പോൾ പറയുന്ന പല വാക്കുകൾ അവർക്കറിയാം. നീ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ നിന്ന് ആർക്കും ഒരു ജോലിയില്ല, വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നൊക്കെ. ഈ ഒരു നെഗറ്റീവ് ബ്ലൂ പ്രിൻ്റാണ് സാറ് ബ്ലൂ പ്രിൻ്റ് ഡീകോഡിംഗ് എന്ന ആക്ടിവിറ്റിയിലൂടെ മാറ്റി തന്നത്. ഞാനൊരു ടീച്ചറായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ടീച്ചിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഹോം ബേക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന്, അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടി ബർത്ത്ഡേ കേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു.
ഞാൻ പെട്ടെന്നൊന്ന് ഷോക്കായി. അപ്പോഴാണ് ഞാൻ ആദ്യം എന്നെക്കുറിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. ആ സമയത്ത് ഞാൻ ചെയ്ത കേക്കിന്റെ ഫോട്ടോസ് എല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ ലോഗോ അതിനകത്ത് വിസിബിൾ ആണ്. നമ്മുടെ ലൊക്കേഷൻ വരെ അതിനകത്ത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സാറിന്റെ ക്ലാസ് കണ്ടിട്ട് കാക്കു ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ. അങ്ങനെ ഒരു രൂപ പോലും ആഡിന് സ്പെൻഡ് ചെയ്യാണ്ട് റാലീസ് കേക്ക് എന്നുള്ള ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയ എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചിങ് ഫീൽഡ്, ടീച്ചിങ് പ്രൊഫഷൻ മുഴുവനായും ഒഴിവാക്കി ബേക്കിംഗ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നീട് സാറിൻ്റെ 1 crore കോച്ചിങ് ഫോർമുല എന്നുള്ള കോഴ്സ് കണ്ടിട്ടാണ് ഞങ്ങൾ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ 2300 രൂപക്ക് ആഡ് കൊടുത്തു. അതിൽ നിന്നും 25,000 രൂപയാണ് റിട്ടേൺ വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഷോക്കഡ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഷൂട്ടിംഗ് പോലും അന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കോച്ചിങ് ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് വീട്ടിലിരുന്ന് അതിലൂടെ ഞങ്ങൾക്ക് ഒരു 11 മാസം കൊണ്ട് 23 ലക്ഷം രൂപ ജനറേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഹോം ബേക്കിംഗ് ചെയ്ത് വീട്ടിലിരുന്ന് വരുമാനം നേടുന്ന 1000-ലധികം മെമ്പേഴ്സ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞില്ലേ 11 മാസം കൊണ്ട് 23 ലക്ഷം രൂപ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിലേറെ വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം ലൈഫിൽ ഒരിക്കൽ പോലും ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള 3 പ്രധാന സീക്രട്സ് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. സീക്രട്സ് നമ്പർ 1, ശരിയായ മെൻറ്റർഷിപ്പ്. അതായത് ലോകത്ത് ഒരാളും ഒറ്റയ്ക്ക് ലക്ഷ്യം കണ്ടിട്ടില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി അയാൾ പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യുക. ഒരു യഥാർത്ഥ ഗുരുനാഥൻ ഒരു ശില്പിയെ പോലെയാണ്. ആ ശില്പി തൻ്റെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല കല്ലോ മരമൊക്കെ തേടി നടക്കും. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നല്ല ശില്പങ്ങളൊക്കെ കാണുന്നത്. സാറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. സാറ് പറയുന്ന കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കിയത് കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇന്നൊരു ബിസിനസ്സുകാരനായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീകൾട്ടറിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇൻ്റർനെറ്റ് യുഗത്തിൽ നമുക്ക് ഇൻഫോർമേഷൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഫോർമേഷൻ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും ആക്ഷൻ എടുക്കാൻ പറ്റാതെ നമ്മുടെ ഒരു വേസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രെയിനിൽ അടിഞ്ഞു കൂടി കിടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നിലേക്ക് ഫോക്കസ് ചെയ്യാനോ ഒരു കാര്യത്തിലേക്ക് ആക്ഷൻ എടുക്കാനോ നമുക്ക് പറ്റാറില്ല. ഈ ഒരു സത്യം സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഉപയോഗം ഞാൻ പരമാവധി കുറച്ചു. അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു, പല ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലീവ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടുന്ന അറിവുകളിൽ മാത്രം ഫോക്കസ് ചെയ്യാനും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനും ഞാൻ തുടങ്ങി. 3ാമത്തെ കാര്യം അറിയണോ? ഓക്കെ, നേരത്തെ നമ്മുടെ സിദ്ധാർത്ഥ സാർ പറഞ്ഞ പോലെ പ്രാർത്ഥനയാണ് അതിന് മെയിനായിട്ടുള്ള എൻ്റെ 3ാമത്തെ സീക്രട്സ്. കാരണം നമ്മളെ ഇങ്ങോട്ട് വിട്ട ഒരു ശക്തിയുണ്ട്. അതിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. കാരണം ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഇങ്ങോട്ട് പടച്ചു വിടുന്നത്. അല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു പുൽക്കൊടി പോലും ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയത്തുള്ള ആ ഉദ്ദേശം, അതായത് നമ്മൾ പല പരീക്ഷണങ്ങളും നമുക്ക് ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ആ സമയത്ത് ആ വിട്ട ശക്തിയോട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അതിനുള്ള ആളുകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും. സൗദിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നാട്ടിലൊന്നും സെറ്റിൽ ആവാതെ വന്നപ്പോൾ എനിക്ക് നാട്ടിൽ കുടുംബത്തോടു കൂടി സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഒരു 99 രൂപയുടെ പരസ്യം ഞാൻ കാണുന്നതും ഈ ഒരു DMH കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ എന്നെ സഹായിച്ച വിപിൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സാറിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അതുപോലെ തന്നെയാണ് ഷാലു മാമും. സാറും മാമും പഠിപ്പിച്ചു തന്നത് വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ഒരു ലൈഫ് പാർട്ട്ണറെ എങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർ ആക്കാം എന്നുള്ളത് കൂടിയാണ്. താങ്ക് യു മാം ആൻഡ് സാർ. അതുപോലെ മൈൻഡ് ഡയമണ്ടിൽ എന്നെ സഹായിച്ച രേഷ്മ മാം, ശരണ്യ മാം, ഡിജിറ്റൽ ഡയമണ്ടിൽ സഹായിക്കുന്ന വിമൽ സാർ, ഷെൽമ മാം. അതുപോലെ നമ്മുടെ പരസ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ടല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോദിച്ച അപ്പോൾ മറുപടി തരുന്ന നമ്മുടെ ട്രെയിനേഴ്സായ രേഖ മാം, പ്രിയ മാം, സോറി മാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ വന്ന് പറയാൻ ഞങ്ങളെ തയ്യാറാക്കിയ സുരഭി മാം.
അതിലേറെ നമ്മുടെ ഈ ജെ ടീമിലെ എല്ലാ ടീം മെമ്പേഴ്സിനും, അതിലേറെ ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. 2019 ഓഗസ്റ്റ് മാസത്തിൽ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു, എന്ത് ചെയ്യും അടുത്തത്. പക്ഷേ ഈ ഒരു DMH കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു, സാറ് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇന്ന് ലീഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡ്രീം ലൈഫിലാണ്. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, അവസരങ്ങൾ വരുന്ന സമയത്ത് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറായാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതിലേറെ വലിയ ക്രൗഡിന്റെ മുന്നിൽ നിങ്ങളുടെ വിജയം പറയാൻ പറ്റുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ റെഡിയല്ലേ? Yes, super. Amazing, Shabir. You made it. Super. Thank you, sir. Super, dear. Super. Congrats, Pralia. Thank you, Great, sir. great. Thank you so much. Receive their love. Come on. Yes. Amazing couple.